റിഡക്റ്റീവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇത് റെസ്പോൺസ് ടു അഭിലാഷ് കൃഷ്ണൻ എന്ന സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ എന്താണ് റെസ്പോൺസ് ടു അഭിലാഷ് കൃഷ്ണൻ സീരീസ് എന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. സംവരണ അന്ധവിശ്വാസങ്ങൾ എന്ന ടൈറ്റിലോടുകൂടി നമ്മൾ നടത്തിയ ഒരു പ്രഭാഷണത്തെ അദ്ദേഹം പല ഫേസ്ബുക്ക് പോസ്റ്റുകൾ വഴി ക്രിട്ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി ആണ് നമ്മുടെ റെസ്പോൺസ് ടു അഭിലാഷ് കൃഷ്ണൻ. ഇത് ഞാൻ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആക്കിയിട്ട് തന്നെ, അഫോമേറ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് തന്നെ നമ്മുടെ ഒറിജിനൽ സംവരണ അന്ധവിശ്വാസം എന്നുള്ള വീഡിയോ, അതിനുശേഷം അദ്ദേഹത്തിന് ഉള്ള ഓരോ പോസ്റ്റുകളുടെ ക്രിട്ടിക്കുകൾ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് അങ്ങനത്തെ 3rd എപ്പിസോഡാണ്. അദ്ദേഹം 3ാമത്തെ പോസ്റ്റിന് ഇട്ടേക്കുന്ന ടൈറ്റിൽ എന്നത് പാരസെറ്റമോളും പ്രോട്ടീൻ ഷേക്കും എന്നാണ്. ഇത് പാരസെറ്റമോൾ റെഫറൻസ് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ ഒരു അനാലജി വെച്ചിരുന്നു. സംവരണം എന്നത് ഒരു പാരസെറ്റമോൾ കൊടുക്കുന്നതിന് അനാലഗസ് ആണ്. എന്ന് വെച്ചാൽ ഒരു രോഗം നിങ്ങൾക്കുണ്ട് എന്ന് സങ്കല്പിക്കുക. ആ ഒരു രോഗത്തിന് ചികിത്സ എന്നുള്ള രീതിയിലല്ല പാരസെറ്റമോൾ പ്രവർത്തിക്കുന്നത്. മറിച്ച് ആ രോഗത്തിൻ്റെ ഒരു ലക്ഷണമായ ടെമ്പറേച്ചർ കൂടുന്നു എന്ന ഒരു ലക്ഷണത്തെ ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ പാരസെറ്റമോൾ പോലുള്ള ഗുളികകൾ കൊണ്ട് നോക്കുന്നത്. അതേമാതിരി തന്നെ ജാതി വിവേചനം ഇല്ലാതാക്കാനോ ജാതീയത ഇല്ലാതാക്കാനോ അല്ല നമ്മൾ സംവരണം എന്നുള്ള പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാതീയത, ജാതി വിവേചനം ഇങ്ങനെയുള്ള കാരണങ്ങളാണ്. ഒരു പറ്റം ആളുകൾ സമൂഹത്തിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട്, അണ്ടർ റെപ്രസെൻറ്റഡ് ആയി പെടുന്നുണ്ട്, മെയിൻ സ്ട്രീമിലേക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് സംവരണം എന്ന് പറയുന്നത്. അപ്പം പാരസെറ്റമോൾ രോഗം മാറ്റാനല്ല, ചൂട് കുറയ്ക്കാനാണ് എന്ന് പറഞ്ഞ മാതിരി തന്നെ സംവരണം എന്ന് പറയുന്നത് ജാതീയത മാറ്റാനോ ജാതി വിവേചനം ഇല്ലാതാക്കാനോ അല്ല, മറിച്ച് ഇത് കാരണമുണ്ടാകുന്ന സോഷ്യൽ എക്സ്ക്ലൂഷനെ പരിഹരിക്കാനാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ അനാലജി തെറ്റാണ് എന്ന് കാണിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നൊരു പോസ്റ്റാണ്. ഈ പോസ്റ്റിൽ അദ്ദേഹം ശർവറ ചോദ്യങ്ങളാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ ചോദ്യങ്ങൾ നോക്കാം. രസകരമായ ചോദ്യങ്ങളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം, മുതുമുത്തച്ഛന് പനി വന്നു എന്ന് കരുതി നിങ്ങൾ പാരസെറ്റമോൾ കഴിക്കേണ്ട കാര്യമുണ്ടോ? ഇത് നമ്മുടെ സംവരണമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്, മുതുമുത്തച്ഛൻ എന്തോ പ്രശ്നം വന്നതിന് നിങ്ങൾ ഇന്നത്തെ കുട്ടികൾക്ക്, ചെറുമക്കൾക്ക് നിങ്ങൾ പാരസെറ്റമോൾ കൊടുക്കാറില്ല. സംവരണം അങ്ങനെ അല്ലേ എന്നൊരു ഉദ്ദേശത്തിലാണ് ഈ ചോദ്യം വരുന്നത്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അല്ല എന്നാണ്. മുതുമുത്തച്ഛന് രോഗം വന്നു അതുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് സംവരണവാദികൾ പറയാറില്ല. ഇന്ന് ജാതി വിവേചനം ഒന്നുമില്ല, ഇന്ന് ഒന്നുമില്ല, പണ്ട് വിവേചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ല. ഇന്നും വിവേചനം ഉണ്ടെന്നും ഇന്നും സോഷ്യലി എക്സ്ക്ലൂഡഡ് ആണ് എന്നതുകൊണ്ടാണ് സംവരണം കൊടുക്കുന്നത്. ഇന്നും ജാതി വിവേചനം ഉണ്ട് എന്നത് ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് മിസ് ചെയ്തെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നും സോഷ്യൽ എക്സ്ക്ലൂഷൻ നേരിടുന്നുണ്ട് എന്നതുകൊണ്ട് ഞാൻ പഠനത്തിൻ്റെ ഈ ജോബ് മാർക്കറ്റിലെ എക്സ്ക്ലൂഷൻ്റെ പേപ്പർ ഞാൻ പറഞ്ഞിരുന്നു. ഒരേ ക്വാളിഫിക്കേഷനുള്ള റെസ്യൂമെ അയക്കുമ്പോൾ പോലും അവിടെ എക്സ്ക്ലൂഡ് ആവപ്പെടുന്നുണ്ട് എന്ന ഒരു സംഭവം പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നും രോഗലക്ഷണമുണ്ട്, അഥവാ ഇന്നും സോഷ്യലി എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതുകൊണ്ടാണ് കൊടുക്കുന്നത്. അതായത് മുതുമുത്തച്ഛന് പനി വന്നതുകൊണ്ടല്ല നിങ്ങൾക്ക് പാരസെറ്റമോൾ കഴിക്കുന്നത്, ഇന്നും നിങ്ങൾക്ക് രോഗലക്ഷണങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതാണ് അതിൻ്റെ വളരെ ലളിതമായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആയെന്ന് ഞാൻ കരുതുന്നു. പാരസെറ്റമോൾ ഉദാഹരണം എടുക്കണമെങ്കിൽ പനി വന്നു എന്നത് ആദ്യം സ്ഥിരീകരിക്കേണ്ടതായുണ്ട്. ശരിയാണ്, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത നിങ്ങളുടെ മുതുമുത്തച്ഛൻ വിവേചനം നേരിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് നിലവിൽ പനിയുമില്ല, അതിൻ്റെ ലക്ഷണമില്ല എങ്കിൽ പാരസെറ്റമോൾ കഴിക്കേണ്ട കാര്യമില്ല. സോ ഇത് ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ ഓൾറെഡി ചെയ്തു. ഇന്നും പനിയുണ്ടെന്നും ഇന്നും ലക്ഷണങ്ങളുണ്ടെന്നും ഇന്നും മെറ്റീരിയൽ റിയാലിറ്റി ഈസ് ഡിഫറെൻറ്റ് ഫോർ ദീസ് ടു ഗ്രൂപ്പ്സ് പീപ്പിൾ. ഹയർ കാസ്റ്റ് ആൻഡ് ലോ കാസ്റ്റ് പീപ്പിളിൻ്റെ മെറ്റീരിയൽ റിയാലിറ്റി, ന്യൂട്രീഷൻ, ആക്സസ് ടു റിസോഴ്സസ് എല്ലാം വളരെ 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 വലിയൊരു ഡിഫറൻസ് ഉണ്ടെന്നും, ഈ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമല്ല അൺടച്ചബിലിറ്റി പല ഗ്രാമങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും, അൺടച്ചബിലിറ്റി പഴയ കാലത്ത് നിന്ന് മാറി പുതിയ കാലത്തിൻ്റെ സ്ഥിതിക്കനുസരിച്ച് മാറുന്നുണ്ടെന്നും, ജോബ് മാർക്കറ്റിലും അവിടെ ഇവിടെയൊക്കെ ആളുകൾ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ ചെയ്തത്. അപ്പം ഇതെല്ലാം ഞാൻ സ്ഥിരീകരിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഈ പോയിൻ്റ് ഈ ഒരു അസ്ഥാനത്തുള്ള ചോദ്യമായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ചോദിക്കുന്ന അടുത്ത ചോദ്യം, ഒരിക്കൽ പനി വന്നു എന്ന് കരുതി ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് പാരസെറ്റമോൾ കഴിക്കുമോ? ഒരിക്കൽ പനി വന്നു എന്ന് കരുതി ജീവിതകാലം മുഴുവൻ പാരസെറ്റമോൾ കഴിക്കുമെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ പനി എന്താണെന്ന് പോലെയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വന്ന പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് രോഗലക്ഷണം കാണിക്കുന്ന ഒരു പനിയാണ് താങ്കൾക്ക് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. നിങ്ങൾക്ക് ജീവിതകാലം ഒരിക്കലും മാറാത്ത പനിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. ദ ഡിപ്പെൻസ് ഓൺ ദി ഡിസീസ്. ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ രോഗലക്ഷണം കാണും. അപ്പോൾ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം. ഉദാഹരണത്തിന് ഡയബറ്റീസ്, BP, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, രോഗങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ താങ്കളുടെ കൂടെ കാണും. ജീവിതകാലം മുഴുവൻ താങ്കൾ മരുന്ന് കഴിക്കേണ്ടി വരും. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വട്ടം നേരിട്ട് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നൊരു സംഭവമല്ല, സമൂഹത്തിൽ മൊത്തമായിട്ട് വരുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ടാണ്
നിങ്ങൾക്ക് മൊത്തമായിട്ട് സംവരണം കിട്ടുന്നു. അല്ലാതെ ഒരു വട്ടം വന്നിട്ട് പിന്നെ ഒരു വട്ടം ഇത് തിന്നാൽ മതി എന്ന് പറയുന്ന ഒരു രീതി ഇവിടെ വർക്കാവില്ല. അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇന്നും എക്സ്ക്ലൂഡഡ് ആണ്. പിന്നെ അദ്ദേഹം പറയുന്നത് ഒരിടത്ത് വിവേചനം നേരിട്ടു എന്നത് നിങ്ങളുടെ ജീവിത വിജയത്തെ ബാധിക്കുന്നില്ല എന്നാണ്. ഇതൊരു തെറ്റായ പ്രിമിസ് വെച്ചിട്ടാണ് ഈ ആർഗ്യുമെൻറ്റ് റൺ ചെയ്യുന്നത്. ജീവിത വിജയത്തിന് വേണ്ടിയാണ് സംവരണം എന്നൊരു പ്രിമിസ് എടുക്കുന്നവർക്കാണ് ഈ ഒരു ചോദ്യം ബാധകമാവുന്നത്. ഈ ഒരു ആർഗ്യുമെൻറ്റ് നമ്മളൊരു ആർഗ്യുമെൻറ്റ് വെക്കുമ്പോൾ ആ പ്രിമിസ് ഉള്ള ആളുകളുമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ സംവരണത്തിന് വേണ്ടി വാദിക്കുന്നവർ ജീവിത വിജയത്തിന് വേണ്ടിയാണ് സംവരണം എന്ന് പറയാറില്ല. സംവരണത്തിൻ്റെ ഉദ്ദേശവും നിർവചനവും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടാണ്. കാണാത്തവരൊന്നുകൂടെ പോയി ചെക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു വിജയ പദ്ധതിയോ ജീവിത വിജയ പദ്ധതിയോ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയോ സാമ്പത്തിക പദ്ധതിയോ ആയിട്ടല്ല സംവരണത്തെ ആരും വിഭാവനം ചെയ്തിട്ടുള്ളത്. സംവരണത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു അക്കാഡമീഷ്യൻ സംവരണത്തെക്കുറിച്ച് നിങ്ങൾ എഴുതിയ പേപ്പറുകൾ അതിൻ്റെ നിർവചനം നോക്കുമ്പോൾ അവിടെ ഒരിക്കലും ഈ ഒരു ജീവിത വിജയം എന്നൊരു സംഭവം വരില്ല. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത വിജയ യാഥാർത്ഥ്യത്തിനാണ് ഇത് എന്ന ഒരു ഹിഡൻ പ്രിമിസ് അസ്യൂം ചെയ്തിട്ടാണ് റൺ ചെയ്യുന്നത്. ഈ സംവരണത്തിന് വേണ്ടി വാദിക്കുന്ന ആരും ഈ പ്രിമിസ് എടുക്കുന്നില്ല. അപ്പം അവരോട് ഈ ചോദ്യം ബാധകമല്ല. അവർക്ക് ഈ ചോദ്യം ബാധകമല്ലെന്ന് മാത്രമല്ല, ഇതൊരു വെള്ളത്തിൽ വരച്ച മാതിരിയാണ് ഈ ചോദ്യം. കാരണം ഇത് ജീവിത വിജയത്തിന് വേണ്ടിയുള്ള സംഭവമല്ലോ. ജീവിത വിജയത്തിന് വേണ്ടി അല്ലാത്ത പദ്ധതിയെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ജീവിത വിജയം എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. അദ്ദേഹം പിന്നെ ചോദിച്ചത്, പനി മാറിയാലും പാരസെറ്റമോൾ കഴിക്കുന്നത് നല്ല കാര്യമാണോ? ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനി മാറി എന്നതിന് തെളിവെന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇപ്പോൾ സോഷ്യലി എക്സ്ക്ലൂഡഡ് അല്ല. പനി മാറി എന്നതിന് ഉള്ള തെളിവെന്തായിരിക്കും? സംവരണത്തിൽ നിങ്ങൾക്ക് രോഗമില്ല, നിങ്ങൾക്ക് പാരസെറ്റമോൾ കഴിക്കേണ്ട ആവശ്യമില്ല എന്നതിനുള്ള തെളിവെന്താ? നിങ്ങൾ തൊട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ചൂടില്ല, തൊട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഇല്ല എന്നതാണ് നിങ്ങൾക്ക് ഇനി പാരസെറ്റമോൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് വരുന്നത്. സോഷ്യൽ എക്സ്ക്ലൂഷൻ കാരണം തഴയപ്പെടുന്നവരെ ഉൾപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് സംവരണം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എന്താണ്? സോഷ്യലി എക്സ്ക്ലൂഡ് ആവുന്നില്ല എന്ന് കാണിച്ചാൽ പോരെ. അതൊരു എംപെരിക്കൽ ക്ലെയിമാണ്. അത് നമുക്ക് എംപെരിക്കലി പരിശോധിക്കാൻ പറ്റുന്ന ഒരു ക്ലെയിമാണ്. ഈ ഒരു വിഭാഗം മനുഷ്യർ സോഷ്യലി എക്സ്ക്ലൂഡ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. അത് നമുക്ക് അവരുടെ റെപ്രസെൻറ്റേഷനും ഇൻ മെയിൻ സ്ട്രീം പൊസിഷൻസ് കമ്പയർഡ് ദാറ്റ് വിത്ത് പോപ്പുലേഷൻ നമുക്ക് കിട്ടും. അവർ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇത് ഞാൻ നേരത്തെ എൻ്റെ പ്രസൻറ്റേഷനിൽ പറഞ്ഞ പഠനങ്ങൾ മാതിരിയുള്ള പഠനങ്ങൾ നടത്തിയാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന്. ഇതിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും ഇൻഫറൻസ് താങ്കൾക്ക് ഉണ്ടെങ്കിൽ താങ്കൾ വെച്ചിട്ടില്ല. താങ്കളുടെ അത് 3ാമത്തെ പോസ്റ്റാണ്. സംവരണ വിരുദ്ധ ക്യാമ്പിൽ നിന്ന് വരുന്ന ആർഗ്യുമെൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പൊസിഷനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഡേറ്റയോ എവിഡൻസോ റീസണിങ്ങോ വയ്ക്കാറില്ല. അപ്പോൾ അവരുടെ ഒരു ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പൊസിഷൻ എന്താണെന്ന് ജസ്റ്റിഫൈ ചെയ്യാനുള്ള തെളിവുകളും കൂടെ പ്രസൻറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതിൽ ഒരു ജാതിയിലെ കുറച്ച് പേർക്ക് പനി വന്നാൽ അതേ ജാതിയിലെ പ്രബലരായ പനിയില്ലാത്ത കുറച്ച് പേർക്ക് പാരസെറ്റമോൾ കൊടുക്കുന്നത് ശരിയാണോ? അദ്ദേഹം പറയുന്നതാണ്, ഇതാണ് സംവരണ വിരുദ്ധർ പറയുന്ന ഏറ്റവും അടിസ്ഥാനവാദം. വിവേചനം നേരിട്ടതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവർക്കായിരിക്കുമോ അതോ അതേ ജാതിയിലെ പ്രബലർക്കായിരിക്കുമോ ഒരു കൂട്ടത്തിലേക്ക് സംവരണം വലിച്ചെറിയുമ്പോൾ നേട്ടം കിട്ടുക? ഇനി ജാതി എന്നത് മാറ്റി ജാതി കൂട്ടമാക്കിയാലോ ഒക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിയാണ്, സംവരണ വിരുദ്ധർ സാധാരണ പറയുന്ന ഒരു ആർഗ്യുമെൻ്റാണ്. സംവരണം നമ്മൾ വലിച്ചെറിയുമ്പോൾ സംവരണത്തിലെ ഒരു വിഭാഗം പ്രബലരുണ്ട്, ആ പ്രബലർക്ക് ആണ് നേട്ടം കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഈ പ്രബലർ എന്നത് ഏത് അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ഒരർത്ഥം എന്ന് പറയുന്നത് ഇവർ ഈ ജാതി കൂട്ടത്തിൽ ഓവർ റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് സംവരണത്തിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു ഗ്രൂപ്പ് ഈ ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓവർ റെപ്രസെൻറ്റഡ് ആണ്. അപ്പോൾ ഇവർ പ്രബലരാണ്. അതുകൊണ്ട് ഇവർക്ക് ഈ സംവരണത്തിൻ്റെ ആവശ്യമില്ല എന്നൊരർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും. പ്രബലർക്ക് കിട്ടരുത് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു എംപെരിക്കൽ ക്ലെയിമാണ്. സംവരണം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, ഒരു ജാതി കൂട്ടത്തിൽ നിന്ന് ഇന്ന നമ്പർ ഓഫ് ജാതി ഗ്രൂപ്പുകൾ ഓവർ റെപ്രസെൻറ്റഡ് ആണ് എല്ലാ മേഖലകളിലും എന്നതൊരു എംപെരിക്കൽ ക്ലെയിമാണ്. അതിൽ ഇത്ര ജാതികൾ പ്രബലരാണ് ബിക്കോസ് അവർ ഗവൺമെൻറ് സർവീസസ് ഓവർ റെപ്രസെൻറ്റഡ് ആണ് എന്നത് നമുക്ക് എപ്പോഴും പരിശോധിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്ട്രക്ചറും പലതരത്തിലുള്ള സാമ്പിൾ സർവേസും സോഷ്യോളജിസ്റ്റ് നടത്തിയ പഠനങ്ങളും ഗവൺമെൻറ് പല സമയങ്ങളിൽ വെളിക്കൊണ്ടുവന്ന റിപ്പോർട്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എംപെരിക്കലി പരിശോധിക്കാൻ പറ്റുന്ന ഒരു ക്ലെയിമാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ടോ എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ആർഗ്യുമെൻറ്റ് പറയുമ്പോൾ. ഇനി അവരുണ്ടെങ്കിൽ അവർ സംവരണത്തിന് അർഹരല്ല എന്നുകൂടി കാണിക്കണം. കാരണം ഇങ്ങനെ ഒരു ഓവർ റെപ്രസെൻ്റ് ആണെന്ന് കാണിച്ചിട്ട് മാത്രം കാര്യമില്ല, ഒരു സംവരണത്തിന് അർഹരല്ല എന്നൊരു സംഭവം കൂടെ വയ്ക്കണം. ഇവർ സംവരണത്തിന് അർഹരല്ല എന്ന് കാണിക്കുന്നത് വളരെ എളുപ്പമാണ്. സംവരണമില്ലാത്ത മേഖലകളിൽ സംവരണമില്ലാതെ തന്നെ ഇവർക്ക് അഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിലി പറയാൻ പറ്റും ഇവർ സംവരണത്തിന് അർഹരല്ല, ഇവർ ഗവൺമെൻറ് ജോലികളിൽ ഓവർ റെപ്രസെൻറ്റഡ് ആണ്. സംവരണം ഉള്ള സ്ഥലങ്ങളിൽ മാത്രം ഓവർ റെപ്രസെൻറ്റഡും
സംവരണം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇവർക്ക് അഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നൊരു ഡേറ്റ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സംവരണം ഇല്ലാതെ ഇത്തരം മേഖലകളിൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നതാണ്. ഈ രണ്ട് ഡേറ്റ നമുക്ക് കിട്ടുകയാണ്. സംവരണം ഉള്ള മേഖലകളിൽ അവർ നല്ലപോലെ റെപ്രസെൻറ്റഡ് ആണ്, സംവരണം ഇല്ലാത്ത പ്രൈവറ്റ് മേഖലകളിലൊന്നും അവർ എത്തിപ്പെടുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സംവരണം ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് വാട്ട്? ഇൻ അതർ പ്ലേസസ് ദേ ആർ സോഷ്യലി എക്സ്ക്ലൂഡഡ്. സോ സംവരണത്തിൽ നിന്ന് ഇവരെ മാറ്റാൻ യാതൊരു റീസണിങ്ങും ഇല്ല. ഈ രണ്ട് സംഭവം എസ്റ്റാബ്ലിഷ് ആവാൻ മതി. ആദ്യം അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, ഒരു ഇന്ന പെർസെൻറ്റേജ് ഓഫ് ജാതി കൂട്ടത്തിൽ നിന്ന് ഇന്ന ജാതികൾ ഓവർ റെപ്രസെൻറ്റഡ് ആണ് എന്ന ഫസ്റ്റ് എംപിരിക്കൽ ക്ലെയിം എസ്റ്റാബ്ലിഷ് ചെയ്യുക. രണ്ടാമത്തേത്, ഈ ജാതി കൂട്ടങ്ങൾ മറ്റ് മെയിൻ സ്ട്രീം മേഖലകളിൽ അണ്ടർ റെപ്രസെൻറ്റഡ് ആണ്. ഈ രണ്ട് ഡേറ്റ ഉണ്ടെങ്കിൽ അവരെ എടുത്ത് കളയരുതെന്ന് ആരെങ്കിലും പറയുന്നുണ്ട്? ഞാൻ പറയത്തില്ല. എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അങ്ങനെ ഒരു പ്രബല ജാതി കൂട്ടങ്ങളുണ്ട്, അവർ ഗവൺമെൻറ്റിൽ ഓവർ റെപ്രസെൻറ്റഡ് ആണ്, സംവരണം ഇല്ലാത്ത മേഖലയിൽ അവർ എത്തിപ്പെടുന്നുണ്ട്, നല്ല അഡിക്വേറ്റ് ആയിട്ട് എത്തിപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് സംവരണം കൊടുക്കണ്ട. ദാറ്റ് മീൻസ് ദേ ഡോണ്ട് ഡിസേർവ് സംവരണം. സിമ്പിൾ, ഈസി ആയിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും. അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് ഇതുവരെ സംവരണ വിരുദ്ധ ക്യാമ്പിൽ നിന്നൊരു ആർഗ്യുമെൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് ഇങ്ങനൊരു എയറിൽ നിന്ന് ഇങ്ങനൊരു ക്ലെയിം വരുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങനൊരു ഗ്രൂപ്പുണ്ട്, അവരല്ലേ പ്രബലരല്ലേ എല്ലാം കൊണ്ടുവന്നത് എന്നാണ്. പ്രബലരാണ് എല്ലാം കൊണ്ടുവന്നത് എന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരം ഈ ഒരു മെത്തേഡിലൂടെ കടന്നു പോയാൽ മാത്രമേ അതിന് എന്തെങ്കിലും യുക്തിഭദ്രതയുള്ളൂ. അപ്പോഴേ അതൊരു യുക്തിപരമായ വാദം. അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ അതൊരു സദ്ഗുരു മോഡൽ യുക്തിവാദവും. നമ്മൾ ഇപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ജാതി കൂട്ടങ്ങളിൽ നിന്ന് കുറച്ച് ജാതി ഉള്ള ആളുകൾ ഓവർ റെപ്രസെൻ്റ് ആണ്, അതുകൊണ്ട് അവർ പ്രബലരാണ് എന്ന അർത്ഥത്തിലാണ് അനലൈസ് ചെയ്തത്. നമുക്ക് വേറെ അർത്ഥത്തിൽ പ്രബലർ എന്നുള്ള രീതിയിൽ അനലൈസ് ചെയ്യാം. അത് ഈ ഒരു റിസർവേഷൻ എലിജിബിൾ ആയിട്ടുള്ള കൂട്ടങ്ങൾ എടുക്കുമ്പോൾ അതിൽ എക്കണോമിക്കലി ഒരു ഇത്ര പൈസ കൂടുതൽ ആനുവൽ ഇൻകമുള്ള ആളുകളുണ്ട്, അവർ പ്രബലരാണ്, അവർക്ക് സംവരണം കിട്ടേണ്ടതില്ല എന്നൊരു ക്ലെയിം ആളുകൾ വയ്ക്കാറുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ മാതിരി ഇച്ചിരി സിമിലറാണ്. ഇവിടെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംവരണം ഒരു സാമ്പത്തിക പദ്ധതിയല്ല, സംവരണം ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയൊന്നുമല്ല. അപ്പം ഇവിടെ സാമ്പത്തികമായിട്ട് ഇവർ മുന്നോക്കം നിൽക്കുന്നവരെ എടുത്തു മാറ്റണം എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് തന്നെ ഇല്ല. ഒന്നാമത് തന്നെ നമ്മളൊരു സംഭവത്തിൻ്റെ ഉദ്ദേശം സാമ്പത്തിക ഉന്നമനം അല്ലെങ്കിൽ സാമ്പത്തിക ഉന്നമനം നോക്കി ആളുകളെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ലോജിക്ക് തന്നെ തെറ്റാണ്. അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. അതെൻ്റെ പ്രസൻറ്റേഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംവരണം ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല. അപ്പോൾ സംവരണം ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല എന്ന് പ്രിമിസ് ഉള്ളവരോട് ഇവർ വന്ന് പറയുകയാണ് ഇത്ര ഇൻകം കൂടുതലുള്ള ആളുകൾ അർഹരല്ലെന്ന്. ഇനി അത് നമുക്ക് അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെ എടുക്കാം. ഇവിടെ വരുന്ന രണ്ടാമത്തെ പ്രധാന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര പൈസയിൽ കൂടുതലുള്ള ആളുകൾ എലിജിബിൾ അല്ല സംവരണത്തിന് എന്ന ക്ലെയിം എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത്? ഇത്ര പൈസയിൽ, ഇപ്പോൾ ആനുവൽ ഇൻകം 8 ലക്ഷം എന്ന് വിചാരിച്ചു, 8 ലക്ഷത്തിനും ആനുവൽ ഇൻകത്തിൽ കൂടുതൽ ആനുവൽ ഇൻകം ഉള്ള ഒരു വിഭാഗത്തിൽ പെടുന്ന മനുഷ്യൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ സോഷ്യലി എക്സ്ക്ലൂഡഡ് അല്ല എന്നെങ്ങനെയാണ് കിട്ടുന്നത്? അതും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു എംപെരിക്കൽ ക്ലെയിമാണ്. അതിന് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ എംപെരിക്കലി ചെക്ക് ചെയ്യുക, 8 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളമുള്ള വാർഷിക വരുമാനമുള്ള ഗ്രൂപ്പുകൾ ഓവർ റെപ്രസെൻറ്റഡ് ആണോ, ഗവൺമെൻറ്റുകൾ ഓവർ റെപ്രസെൻറ്റഡ് ആണോ, നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് മനസ്സിലായി അങ്ങനൊരു ഗ്രൂപ്പുണ്ട്, ഫസ്റ്റ് ടിക്ക് മാർക്കായി. രണ്ടാമത് നോക്കുന്നത്, ഇത്തരം ഗ്രൂപ്പുകൾ നമ്മുടെ സമൂഹത്തിലെ മറ്റ് സംവരണമില്ലാത്ത മേഖലകളിൽ ഓവർ റെപ്രസെൻറ്റഡ് ആണോ അല്ലെങ്കിൽ അഡിക്വേറ്റ്ലി റെപ്രസെൻറ്റഡ് ആണോ? ഓവർ വേണ്ട, അഡിക്വേറ്റ്ലി റെപ്രസെൻറ്റഡ് ആണോ എന്ന് ഞാൻ വളരെ ലീനിയൻ്റ് ആയിട്ട് പറയാം. അഡിക്വേറ്റ്ലി റെപ്രസെൻറ്റഡ് ആണോ? അവർ അഡിക്വേറ്റ്ലി റെപ്രസെൻറ്റ് അല്ലെങ്കിൽ ഇവിടുന്ന് മാറ്റാൻ യാതൊരു റീസണിങ് കിട്ടുന്നില്ല. കാരണം അവിടെ അഡിക്വേറ്റ്ലി റെപ്രസെൻറ്റഡ് അല്ല. സംവരണം ഇല്ലാത്ത മേഖലകളിൽ അഡിക്വേറ്റ്ലി റെപ്രസെൻ്റ് അല്ല, സംവരണം ഉള്ള മേഖലയിൽ മാത്രമേ അവർക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടുന്നുള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സംവരണം ഉള്ളതുകൊണ്ട് മാത്രമേ അവർക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നത്, മറ്റ് സ്ഥലങ്ങളിൽ അവർ സോഷ്യലി എക്സ്ക്ലൂഡഡ് ആണ്. ഈ രണ്ട് ക്ലെയിം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് മതി ഈ സംഭവങ്ങൾ, ഈ ആർഗ്യുമെൻ്റ് ഒക്കെ റൺ ചെയ്യണമെങ്കിൽ അത് ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള വേണ്ടേ? എന്നോട് ചോദിച്ചാൽ അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, അവർ സാമ്പത്തികമായി മുമ്പോക്കം നിൽക്കുന്നു, അവർ ഓവർ റെപ്രസെൻ്റ് ആണ് ഗവൺമെൻറ്റിൽ, അവർ സംവരണം ഇല്ലാത്ത മേഖലകളിൽ അഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ, ദേ ആർ നോട്ട് എലിജിബിൾ ഫോർ റെപ്രസെൻറ്റ്, എടുത്ത് മാറ്റിക്കളയുക, അവരെ ആ ഗ്രൂപ്പിൽ നിന്ന് എടുത്ത് മാറ്റുക. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാതുള്ള ഇത്തരം ആർഗ്യുമെൻറ്റ് ഒരു അധികം സംവരണത്തെ ബാധിക്കുന്നില്ല. ഇത്തരം ആർഗ്യുമെൻറ്റ് ജസ്റ്റ് ഒരു റെട്ടറിക് മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ആർഗ്യുമെൻറ്റ് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ബയസ് ഉണ്ട്. ഈ ആർഗ്യുമെൻറ്റ് പറയുന്നവരുടെ മനസ്സിൽ ബയസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ആർഗ്യുമെൻറ്റിൽ എന്തായാലും ഒരു ബയസ് ഉണ്ട്. കാരണം ജനറൽ സീറ്റുകളിൽ ഇങ്ങനെ ഒരു ക്രീമി ലെയർ ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല, അവർ കൺസേൺഡേ അല്ല. ഇപ്പോൾ ജനറൽ സീറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, ജനറലിൽ പൈസയിൽ കൂടുതൽ, ഒരു ഇൻകത്തിന് കൂടുതലുള്ള ആളുകൾ ഒരുപാട് ഓവർ റെപ്രസെൻറ്റഡ് ആണോ എന്നത് നോക്കേണ്ട ആവശ്യമില്ല. ജനറൽ സീറ്റിൽ ഒരു ഇന്ന ജാതിയിലുള്ള ആളുകൾ മാത്രം ഓവർ റെപ്രസെൻ്റ് ആണോ എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ എന്തുവാണെങ്കിലും, അതായത് ഓപ്പൺ സീറ്റിൽ പൈസ കൂടുതലുള്ള ആളുകൾ ഒരുപാട് വരുന്നു, അവർ മാത്രമേ എത്തിപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ ഓപ്പൺ സീറ്റിൽ ഇന്ന ജാതിയിലുള്ള ആളുകൾ മാത്രം എത്തിപ്പെടുന്നു എന്നത് നമ്മൾ നോക്കണില്ല. പക്ഷെ സംവരണ സീറ്റിൽ ഏതെങ്കിലും ഒരു ജാതിയിലുള്ള ആളുകൾ മാത്രം വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൈസയിലുള്ള ആളുകൾ മാത്രം, ഇങ്ങനെയുള്ള പ്രബല ഇൻ ഡബിൾ കോട്ട്സ്
ഇങ്ങനെയുള്ള പ്രബല ഗ്രൂപ്പുകൾ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ അത് പറ്റില്ല. ഇതൊരു ബയസാണ്. ഇതൊരു ആർബിട്രറി ആയിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു ഇംപ്ലിസിറ്റ് ബയസാണ്. നമ്മൾ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ബയസ് കാണിക്കുന്നതല്ല. പക്ഷെ നമ്മുടെ ഉദ്ദേശം പ്രബല ഗ്രൂപ്പുകൾ എത്തുന്നത് അനീതിയാണ് എന്ന് നിങ്ങൾക്ക് വാദം ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് സംവരണ സീറ്റിന് മാത്രം ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നു, എന്തുകൊണ്ട് ജനറൽ സീറ്റ് അപ്ലൈ ചെയ്യുന്നു? ഇങ്ങനെയുള്ള വാദം വെക്കുകയാണെങ്കിൽ രണ്ടിലും വെക്കണം. നീതി ആണെങ്കിൽ ഓപ്പൺ സീറ്റിലും പ്രബലർ വരാൻ പാടില്ല, ഇവിടെയും പ്രബലർ വരാൻ പാടില്ല. പ്രബലർ എല്ലാം അടിച്ചെടുത്തോണ്ട് പോകില്ലേ? ജനറൽ സീറ്റിലും പ്രബലർ അടിച്ചെടുത്തോണ്ട് പോകുന്നു, സംവരണ സീറ്റിലും പ്രബലർ എടുത്തോണ്ട്. പക്ഷേ സംവരണ സീറ്റിൽ പ്രബലർ അടിച്ചുകൊണ്ട് പോകുന്നത് മാത്രം പ്രശ്നം, ജനറൽ സീറ്റിൽ പ്രബലർ എടുത്തോണ്ട് പോകാല്ല. അങ്ങനെ ഒരു ബയസ് കൂടിയുണ്ട് ഈ ആർഗ്യുമെൻറ്റ്. അതാണ് ഇതിൻ്റെ ഒരു ഫണ്ട് ചെയ്യുന്നത്. അപ്പം ഈ പ്രബലരെ കൊണ്ടുപോകുന്നില്ല എന്നുള്ള ആർഗ്യുമെൻ്റൊക്കെ എങ്ങും എത്താത്ത ആർഗ്യുമെൻ്റ്. അതിനൊരു റീസണിങ് ഉണ്ട്. പലതരത്തിലുള്ള അസംഷൻസിലാണ് ഇത് ഓടുന്നത്. ഈ അസംഷൻസ് ഒന്നും തന്നെ ഇതുവരെ ആരും ജസ്റ്റിഫൈ ചെയ്തിട്ടില്ല, അതൊന്നും എംപിരിക്കലി തെളിയിച്ചിട്ടില്ല. തെളിയിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ആ സ്റ്റഡീസ് എന്നാൽ അത് ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്തോളാം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്ത ചോദ്യം, ഗ്രൂപ്പ് എ വർഷങ്ങളോളം ഗ്രൂപ്പ് ബിയും ഗ്രൂപ്പ് സിയും നിരന്തരമായി മർദ്ദിച്ചിരുന്നു. അങ്ങനെ ഗ്രൂപ്പ് എയിലെ ചില അംഗങ്ങൾക്ക് പനി പിടിച്ചു. നിങ്ങൾ ഗ്രൂപ്പ് എയിലെ പനി പിടിച്ചവർക്ക് പാരസെറ്റമോൾ കൊടുക്കുന്നതിന് പകരം ഗ്രൂപ്പ് ബിക്ക് പ്രോട്ടീൻ ഷേക്ക് കൊടുത്താൽ എങ്ങനെയുണ്ടാകും? സംവരണമായിട്ട് ബന്ധമില്ലാത്തൊരു എക്സാമ്പിളാണ്. ഈ ആക്ച്വലി ഇത് അനലോഗസ് ആകണമെങ്കിൽ ഇങ്ങനെയായിരിക്കണം. ഗ്രൂപ്പ് എ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്നു, ഗ്രൂപ്പ് ബി അതിൻ്റെ മുകളിൽ നിൽക്കുന്നു, ഗ്രൂപ്പ് സി അതിൻ്റെ മുകളിൽ നിൽക്കുന്നു. ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ബിനെയും എയിനെയും ഒപ്രസ് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എനെ ഒപ്രസ് ചെയ്യുന്നുണ്ട്. അപ്പം ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയും സിയിൽ നിന്നും ഒപ്രഷൻ നേരിടുന്നു, ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞാൽ സിയിൽ നിന്ന് ഒപ്രഷൻ നേരിടുന്നു. ഇവരുടെ ഒപ്രഷൻ്റെ തോതനുസരിച്ച് ഗ്രൂപ്പ് ബിയും ഗ്രൂപ്പ് എയും രണ്ടും സമൂഹത്തിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പോപ്പുലേഷൻ അനുസൃതമായിട്ടുള്ള സംവരണം കൊടുക്കണം. അതാണ് ഇവിടുത്തെ പോയിന്റ്. അല്ലാതെ മർദ്ദിക്കാത്തവർക്കും കൊടുക്കുക എന്നല്ല. ഇനി മർദ്ദിക്കാത്തവർക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സോഷ്യൽ എക്സ്ക്ലൂഷൻ നേരിടാത്തവർക്കാണ് സംവരണം കിട്ടുന്നതെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അത് ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് മുമ്പ് അതിനുള്ള തെളിവുകൾ നിരത്തണം. ഇന്ന ഗ്രൂപ്പിലുള്ള ആളുകൾ സോഷ്യൽ എക്സ്ക്ലൂഷൻ നേരിടുന്നില്ല, അവർ മറ്റ് മേഖലയിൽ റെപ്രസെൻറ്റഡ് ആണ്, ഗവൺമെൻറ്റിൽ ഓവർ റെപ്രസെൻറ്റഡ് ആണ്, ഇവർക്ക് സംവരണം ഇല്ലാതെ തന്നെ ഇവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകളുണ്ട് ഇവിടെ സമൂഹത്തിൽ, അതുകൊണ്ട് തന്നെ ഇവർക്ക് സംവരണം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് താങ്കളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ അതൊന്നും പറയാതെയാണ് ഇത്തരം ആർഗ്യുമെൻറ്റ്സ് വയ്ക്കുന്നത്. ഇതാണ് ഫലത്തിൽ ഇന്ത്യയിലെ സംവരണം. SC/ST വിഭാഗങ്ങളെ സംരക്ഷിക്കാനായി നമ്മുടെ രാജ്യശില്പികൾ കൊണ്ടുവന്ന സഹായ പദ്ധതിയിലെ വലിയ ശതമാനവും പോകുന്ന SC/ST ഇതര വിഭാഗങ്ങൾക്കാണ്. ഇത് ഈ ക്ലെയിം തെറ്റാണെന്ന് കഴിഞ്ഞ പോസ്റ്റ് നിങ്ങൾ കണ്ടറിയാം. ഇത് SC/ST സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല. അദ്ദേഹം തിരുത്തുന്നു കരുതുന്നു. ഇനി വേറൊരു വേദിയിൽ പോയിട്ട് അദ്ദേഹം ഈ ഒരു അബദ്ധം പറയില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം അത് ഫാക്ച്വലി റോങ് ആണ്. SC/STകൾക്ക് മാത്രം കൊണ്ടുവന്ന സംഭവമൊന്നുമല്ല. പാരസെറ്റമോൾ കൊടുത്തിട്ടും ചൂട് കുറയുന്നില്ലെങ്കിൽ വീണ്ടും പാരസെറ്റമോൾ കൊടുക്കൂ. ഏതൊരു മരുന്നിൻ്റെ ഉദ്ദേശം അത് നടപ്പിലാകുന്നുണ്ടോ എന്ന് നോക്കി അതിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിർത്തലാക്കുകയോ മാറ്റിക്കൊടുക്കുകയോ വേണം. ഇന്ത്യൻ സംവരണത്തിൽ ഇതൊന്നും നമ്മൾ കാണുന്നില്ല. ഇത് എൻ്റെ പ്രസൻറ്റേഷൻ കാണാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. എൻ്റെ പ്രസൻറ്റേഷനിൽ സംവരണം കൊടുക്കുന്നതുകൊണ്ട് ഗുണമുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഞാൻ കുറച്ച് തെളിവുകൾ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഗുണങ്ങൾ. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇലക്ട്രൽ റിസർവേഷൻ കൊടുക്കുമ്പോൾ ഡിസ്ക്രിമിനേഷൻ കുറയുന്ന ഗുണം കാണുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ എഡ്യൂക്കേഷൻ റെപ്രസെൻറ്റേഷൻ കൂടുന്ന കാണുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലികളുടെ റെപ്രസെൻറ്റേഷൻ അഡിക്വേറ്റ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് കാണുന്നുണ്ട്. അപ്പം കാണുന്നുണ്ട് ഇതെല്ലാം സംവരണം വഴി എന്നുള്ള സ്ഥലങ്ങളിലെല്ലാം റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട് എന്ന ഡേറ്റ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇത് ഞാൻ ഓൾറെഡി എൻ്റെ പ്രസൻറ്റേഷനിൽ ചെയ്തിട്ടുണ്ട്. സംവരണം കാരണം പ്രാതിനിധ്യത്തിൽ പുരോഗതി കൈവരിച്ച ഒരു ഗ്രൂപ്പിന് സംവരണം ഒഴിവാക്കാൻ ആരെങ്കിലും പറഞ്ഞു നോക്കട്ടെ. അയാൾക്ക് പാരസെറ്റമോൾ മതിയാവില്ല, പിന്നെ ചൂട് കുറയ്ക്കാൻ. പ്രാതിനിധ്യം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ വെക്കണം. അവർ ഗവൺമെൻറ്റിൽ പ്രാതിനിധ്യം ഈ സംവരണം കാരണം എത്തിയെന്നത് മാത്രമല്ല, മറ്റ് ഇവർക്ക് ഗവൺമെൻറ്റിൽ എന്തുകൊണ്ടാണ് സംവരണം കൊടുക്കുന്നത്? സംവരണം ഇല്ലാത്ത മേഖലകൾക്ക് അവർ എത്തിപ്പെടാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം ഇവർ ഗവൺമെൻറ്റിൽ എത്തിപ്പെട്ടു എന്ന് മാത്രമല്ല, സംവരണം ഇല്ലാത്ത മറ്റ് മേഖലകളിൽ അവർ സോഷ്യലി എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു ഡേറ്റ കൂടി വേണം. എങ്കിലേ അവരെ എടുത്തു കളയാൻ പറ്റുള്ളൂ. അല്ലാതെ ഗവൺമെൻറ്റിൽ അവർ ഇപ്പോൾ 12% എങ്ങാണ്ട് സംവരണമുള്ള ഒരു ഗ്രൂപ്പ് കറക്റ്റ് 12% എന്നാൽ അപ്പോൾ ഉടനെ നിർത്താം, അങ്ങനെയല്ല. 12% ഓക്കെ. അപ്പോൾ ഇവർ സംവരണം കാരണം ഇവർ പ്രാതിനിധ്യം അവർക്ക് കിട്ടുന്നുണ്ട്. സംവരണം ഇല്ലെങ്കിലും ഇവർക്ക് ഇവിടെ 12% എത്താൻ പറ്റുന്നുണ്ട്. കാരണം സംവരണം ഇല്ലാത്ത മേഖലകൾ അവർക്ക് നല്ല രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ കിട്ടുന്നുണ്ട് എന്ന ഡേറ്റയും കൂടെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അങ്ങനെ ഒരു ഡേറ്റ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറയും അവർക്ക് വേണ്ട സംവരണം വേണ്ട, അനർഹമായിട്ടുള്ള സംവരണമാണത് എന്ന് ഞാൻ പറയും. അതത്ര ഉള്ള എൻ്റെ വിഷയം. പാരസെറ്റമോൾ കഴിച്ചാൽ സൈഡ് എഫക്റ്റായി ചൂട് കുറയുമെങ്കിലും സംവരണം കൊണ്ട് സൈഡ് എഫക്റ്റായി ജാതി വിഭജനം കുറയുകയല്ല, കൂടുകയോ നിലനിർത്തപ്പെടുകയോ ആണ് സംഭവിക്കുന്നത്. ഇത് എൻ്റെ പ്രസൻറ്റേഷൻ ഓൾറെഡി അഡ്രസ്സ് ചെയ്യാം. സംവരണം കാരണം ജാതി നിലനിൽക്കുന്നു എന്ന് നമ്മൾ കാണിക്കണമെങ്കിൽ സംവരണവും ജാതി നിലനിൽക്കുന്ന സംഭവം നമ്മളൊരു കോസൽ കണക്ഷൻ നോക്കൂ. കാരണം സംവരണം കാരണമാണ് ഇപ്പോൾ ഒരു ബ്രാഹ്മണ വീട്ടിൽ ദളിതരെ കല്യാണം കഴിക്കാത്തത് OBCയിലുള്ള ആളുകളെ കല്യാണം കഴിക്കാൻ വിമുഖത കാണിക്കുന്നത്. ദുരഭിമാന കൊല നടക്കാനുള്ള കാരണം എന്താണ്? അവന് സംവരണം കിട്ടുന്നു, അവനെന്നാ കൊന്നു കളയാം, തട്ടിക്കളയാം. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സോഷ്യോളജിക്കൽ പഠനങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനെയുള്ള സംഭവം ഇൻഫർ ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ഇത് തമ്മിൽ എന്താണ് ബന്ധം? ഇപ്പോൾ പാരസെറ്റമോൾ കൊടുക്കുന്നതുകൊണ്ടാണ്
രോഗം ഉണ്ടാകുന്നത് എന്ന് തെളിവ് കിട്ടിയാലല്ലേ നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുന്ന നിർത്തത്തുള്ളൂ. അല്ല ജസ്റ്റ് നമ്മുടെ ഇൻഡ്യൂഷൻ വെച്ച് പറഞ്ഞിട്ട് കാണുന്നത്. ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഒരു പോസ്റ്റിൽ കണ്ടത്, സംവരണം കാരണം ജാതി വിവേചനം ഉണ്ടാവുന്നതല്ല ഞങ്ങൾ പറയുന്നത്, സംവരണം കാരണം ജാതി വിവേചനത്തെ ഉന്മൂലനം ചെയ്യുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. എ കോസസ് ബി ഓർ എ ഈസ് ബിക്കോസ് ഓഫ് എ ബി ഈസ് പെർസിസ്റ്റിംഗ്. ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ സെയിം അർത്ഥമുള്ള വാക്കുകളാണ്, സെൻറ്റൻസുകളാണ്. അപ്പോൾ ഇതൊക്കെ കോസൽ കണക്ഷൻസോ എന്തെങ്കിലും തരത്തിലുള്ള കോസൽ കണക്ഷനോ കോറിലേഷനോ എന്തെങ്കിലും തരത്തിലൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു വാലിഡിറ്റി. ഇതൊക്കെ എല്ലാം എയറിൽ നിന്നുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഒരു വിമർശനം, എൻ്റെ ഒരു പ്രസൻറ്റേഷനിൽ ഒരു വിമർശനം ഉണ്ടായിരുന്നു, സദ്ഗുരു മോഡൽ യുക്തിവാദം. അതിൻ്റെ ഒരു ലൈനാണ് ഇതൊക്കെ. നമ്മുടെ ഇൻഡ്യൂഷനിൽ തോന്നുന്ന പല കാര്യങ്ങൾ അങ്ങ് പറയുകയാണ്. ഇപ്പം ഞാൻ ഈ ഒരു റൂമിലിരിക്കുകയാണ്, ഈ റൂമിലിട്ട് എൻ്റെ ഇൻഡ്യൂഷനിൽ പല കാര്യങ്ങൾ തോന്നുകയാണ് സമൂഹത്തെപ്പറ്റി. ഞാൻ അതൊക്കെ അങ്ങ് പറയുകയാണ്, ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് അങ്ങ് പറയുകയാണ്. അതാണ് സമൂഹത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആർഗ്യുമെൻ്റ് എന്നങ്ങ് പറയുന്നതിൽ വളരെ സീരിയസ് പ്രശ്നമുണ്ട്. അങ്ങനെയല്ല നമ്മൾ ഈ വക കാര്യങ്ങളെ പരിശോധിക്കേണ്ടത്. പനി മാറിയിട്ടും പാരസെറ്റമോൾ ഒരാൾക്ക് കൊടുക്കുന്നു എന്ന് കരുതുക, മറ്റുള്ളവർക്ക് അയാളോടുള്ള സ്നേഹം അവിടെ കുറയുകയാണ് ചെയ്യുക. ഈ ആർഗ്യുമെൻ്റ് ഞാനിപ്പം സത്യമായിട്ടും ഞാൻ വളരെ സ്റ്റണ്ടായിട്ടൊരു ആർഗ്യുമെൻ്റാണിത്. സ്നേഹം കുറയുന്നത്, ഈ സ്നേഹം കുറയെങ്കിൽ സോ വാട്ട്, അതിന് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു നീതി നടപ്പിലാക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. സാമൂഹിക നീതി നടപ്പിലാക്കുമ്പോൾ ആളുകളുടെ സ്നേഹം കുറയുന്നുണ്ടെങ്കിൽ കുറഞ്ഞോട്ടെ, അതിനെന്താ. ഇപ്പോൾ നമ്മൾ ഗോവിന്ദചാമിയെ ശിക്ഷിക്കുമ്പോൾ ഗോവിന്ദചാമിക്ക് സിസ്റ്റത്തോടോ നമ്മുടെ സമൂഹത്തോടോ ഉള്ള സ്നേഹം കുറയും. ഇപ്പോൾ പ്രതികൾക്ക് സ്നേഹം കുറയും. പിടിക്കപ്പെടുന്ന ഓരോ പ്രതിക്കും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടും നമ്മുടെ സമൂഹത്തോടുമുള്ള സ്നേഹം കുറയും. എന്ന് വെച്ചാൽ നീതി നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമോ? സ്നേഹം നോക്കിയാണ് നമ്മൾ നീതി നടപ്പിലാക്കുന്നത്. ഇത് വളരെ, എന്നോട് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ വളരെ റെസ്പെക്ട്ഫുള്ളി ഞാൻ പറയുന്നത് വളരെ ചൈൽഡിഷ് ആർഗ്യുമെൻ്റാണ്. അദ്ദേഹം ഒരു യുക്തിവാദി സ്വതന്ത്രനൊക്കെയാണ്. അദ്ദേഹം മതവിമർശന പോസ്റ്റുകൾ ഇടാറുണ്ട്, മതത്തിൻ്റെ ഫ്ലോസ് എഴുതാറുണ്ട്. അപ്പം മതവിശ്വാസികൾക്ക് താങ്കളോടുള്ള സ്നേഹം കുറയുന്നുണ്ട്. സ്നേഹം കുറയുന്നുണ്ടോ ഇല്ലയോ എന്നതൊന്നും ഒരു രീതിയിലും ബാധിക്കുന്ന വിഷയമല്ല. പറയാനുള്ള കാര്യങ്ങൾ പറയുക, അത് നീതിയാണെങ്കിൽ നടപ്പിലാക്കണം. ആളുകളുടെ സ്നേഹം നോക്കി, സ്നേഹം കിട്ടാനാണെങ്കിൽ നമുക്ക് ഈ സൊസൈറ്റിയുടെ ഒരു ഫ്ലോയിനനുസരിച്ച് പോയാൽ മതി. ട്രഡീഷൻസും കസ്റ്റംസും നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്നേഹം കിട്ടും. ട്രഡീഷൻസും കസ്റ്റംസും നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്നേഹം കിട്ടും. പക്ഷേ ഈ ശരിയായ കാര്യങ്ങൾ ചെയ്യണം, സയൻറ്റിഫിക് ടെമ്പർ വരുത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സ്നേഹം കിട്ടില്ല. പക്ഷെ എന്നാലും അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ പ്രോഗ്രസ് ഒരിക്കലും നടക്കത്തില്ല. ഇപ്പം രാജാ രാം മോഹൻ റോയ്ക്ക് സ്നേഹം കിട്ടില്ല, അദ്ദേഹം സതി നിർത്തലാക്കണമെന്ന് പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന് ചിലപ്പം അന്ന കാലഘട്ടത്തിൽ സ്നേഹം കിട്ടിയില്ലായിരുന്നു. ഈ വഴി നടക്കാൻ വേണ്ടിയുള്ള സമരം, മാറുമറയ്ക്കാൻ വേണ്ടിയുള്ള സമരം, ഇവിടെ എല്ലാം നീതിയുടെ പ്രശ്നം, മിനിമം വേജിന് വേണ്ടിയുള്ള സമരം, ഇതെല്ലാം നീതിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ. ഇവിടെ ഒന്നും ചിലപ്പോൾ സ്നേഹം കിട്ടത്തില്ലായിരിക്കും. അവിടെ സ്നേഹത്തിന് വേണ്ടിയല്ല, സ്നേഹിക്കാനോ കൊഞ്ചിക്കാനോ ഉമ്മ വയ്ക്കാനോ അല്ല നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. നീതി, ശരിയായ കാര്യം എന്താണെന്ന് നടപ്പിലാക്കണം. എവിടെയെങ്കിലും ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒപ്രഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ പോളിസികൾ എടുക്കേണ്ടതുണ്ട്. സ്നേഹം കുറയുന്നുണ്ടെന്നുള്ളത് തന്നെ എടുത്തോ. ഞാനൊരു സിനാരി പറയാം. സംവരണരഹിത വിഭാഗത്തിന് സംവരണ വിഭാഗത്തോട് സ്നേഹം കുറയണമെന്ന് വിചാരിച്ചോ. സംവരണം കൊടുക്കുമ്പോൾ, സംവരണം കൊടുത്തില്ലെങ്കിൽ സംവരണ വിഭാഗത്തിന് സംവരണരഹിത വിഭാഗത്തിനോട് സ്നേഹം കുറയും. കാരണം സംവരണം ഇല്ലെങ്കിൽ സംവരണരഹിത വിഭാഗരാണ് ഏറ്റവും കൂടുതൽ റെപ്രസെൻ്റ് ആകുന്നത്. അത് നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി വന്ന ഗവൺമെൻറ് ഡേറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സംവരണരഹിത വിഭാഗർ നല്ല രീതിയിൽ അഡിക്വേറ്റ്ലി റെപ്രസെൻ്റ് ആണ്. ഗവൺമെൻറ് മാത്രമല്ല, നിങ്ങൾ മെയിൻ സ്ട്രീം നോക്കിയാലും സംവരണരഹിത വിഭാഗർ മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇവിടെ ആരുടെ സ്നേഹത്തിനാണ് താങ്കൾ വില കൊടുക്കുന്നത്? സോഷ്യൽ എക്സ്ക്ലൂഷൻ നേരിടുന്ന ഒരു വിഭാഗത്തിൻ്റെ സ്നേഹത്തിനാണോ താങ്കൾ വില കൊടുക്കുന്നത്? അതോ സോഷ്യൽ എക്സ്ക്ലൂഷൻ നേടാതെ ഓൾറെഡി സംവരണമില്ലാതെ സമൂഹത്തിലെ പ്രിഫേർഡ് പൊസിഷൻസിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വിഭാഗത്തിൻ്റെ സന്തോഷത്തിനാണോ സ്നേഹത്തിനാണോ താങ്കൾ വില നൽകുന്നത്? എന്നോട് വെച്ച് കഴിഞ്ഞാൽ നീതിബോധമുള്ളൊരു മനുഷ്യൻ അവിടെ വില കൊടുക്കേണ്ടത് സോഷ്യൽ എക്സ്ക്ലൂഷൻ നേരിടുന്ന വ്യക്തികളുടെ സ്നേഹത്തിനായിരിക്കണം. കാരണം അവർക്ക് വേറെ എവിടെ നിന്നും സ്നേഹം കിട്ടുന്നില്ല. ഇവർക്ക് സ്നേഹം വേറെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിക്കോളും. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ് ഫ്രം സ്നേഹം ഈസ് വെരി ആർബിട്രറി ആയിട്ട് നമ്മൾ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ സ്നേഹത്തിന് വില കൊടുക്കുന്നു, ലോവർ കാസ്റ്റ് ആളുകളുടെ സ്നേഹത്തിന് എത്ര വാല്യൂ കൊടുക്കേണ്ടതെന്ന ഒരു ഇംപ്ലിസിറ്റ് മീനിങ് ആണ് ഈ ആർഗ്യുമെൻ്റ് ഉള്ളത്. അത് ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചൊന്നും പറഞ്ഞായിരിക്കത്തില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് അത് ഇംപ്ലൈ ചെയ്യുന്ന ഇതായിരിക്കും. അതിൻ്റെ ഇൻ പ്രാക്ടീസ് അത് ഇംപ്ലൈ ആയി വരുന്നത് ഇങ്ങനെയാണ്. അത് അദ്ദേഹം മനസ്സിലാക്കാതെ പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. പാരസെറ്റമോൾ എന്തായാലും കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനുവേണ്ടി കാശുണ്ടാക്കാനുള്ള താല്പര്യം മനുഷ്യന് കുറയുകയാണ്. പാരസെറ്റമോളിന് വേണ്ടി കാശുണ്ടാക്കണം, അതായത് ഇതൊരു ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. നിങ്ങൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അതിൽ മെഡിസിൻ കിട്ടുക എന്നത് ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ്. അതിനുവേണ്ടി കാശുണ്ടാക്കാൻ സമൂഹത്തെ പറഞ്ഞു വിടുകയല്ല വേണ്ടത് എന്നാണ് എൻ്റെ അതിലുള്ള ഒപ്പീനിയൻ. ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ടെങ്കിൽ അതൊരു ഹ്യൂമൻ റൈറ്റ് വയലേഷനാണ്. ഹ്യൂമൻ റൈറ്റ് വയലേഷനെ മാറ്റി വെച്ചിട്ട് നമ്മൾ അയാളെ കാശുണ്ടാക്കാനുള്ള താല്പര്യം നിങ്ങൾ കൂട്ടും എന്ന് പറഞ്ഞല്ല. ഇവിടെയും പല പ്രശ്നങ്ങളുണ്ട്. ഇത് സാമ്പത്തികമായിട്ടൊക്കെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഇതിൽ റോങ് പ്രിമിസ് എടുത്തു കഴിഞ്ഞാൽ ഇത്തരം ആർഗ്യുമെൻസ് ഒക്കെ വരും. ഈ ആൻറ്റി റിസർവേഷനിസ്റ്റ് ആർഗ്യുമെൻസിൻ്റെ പ്രധാന പ്രശ്നം അവർ ഇത്തരം റോങ് പ്രിമിസ് വെച്ചിട്ടാണ് സംവരണത്തെ അറ്റാക്ക് ചെയ്യുന്നത്. പറയുന്ന ആർഗ്യുമെൻ്റ് അല്ല. ഇപ്പോൾ എനിക്കൊരു ആർഗ്യുമെൻറ്റ് ഖണ്ഡിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? അവരുടെ പ്രിമിസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ അതിനെ അറ്റാക്ക് ചെയ്യുക. അതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഒരു പ്രിമിസ് അങ്ങ് ഉണ്ടാക്കുകയാണ്. ഇവർ ഏലിയൻസ് ആണ്,
ഏലിയൻസിന് 5 കാലുണ്ട്, 5 കാലുള്ളവരുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഏലിയൻസ് അല്ല, നമ്മൾ ഹ്യൂമൻസ് ആണ്. അപ്പോൾ അതുമാതിരിയാണ് ഈ ഒരു ആർഗ്യുമെൻറ്റിന് വലിയ വിലയില്ല. ഇത് സാമ്പത്തികമായിട്ടൊരു ബന്ധമില്ലെന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും വീണ്ടും പറയുകയാണ്. അത് നമ്മൾ റിപ്പീറ്റ് അടിക്കണം. ഈ സീരീസ് നിങ്ങൾ നോക്കുമ്പോൾ വീണ്ടും നമ്മൾ റിപ്പീറ്റ് അടിക്കുന്നത് കാണാൻ പറ്റും. അതൊന്ന്. രണ്ടാമത്തേത്, ഇവിടെ കാശുണ്ടാക്കാനുള്ള താല്പര്യം കുറയുന്നോ കൂട്ടുന്നോ എന്നല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഹ്യൂമൻ റൈറ്റ് വയലേഷനാണ്. ഹ്യൂമൻ റൈറ്റ് വയലേഷനാണ് അവിടെ നടക്കുന്നതെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ കാശുണ്ടാക്കാനുള്ള താല്പര്യമല്ല. നിങ്ങൾക്ക് പനിയില്ലെങ്കിലും ചൂടില്ലെങ്കിലും സ്ഥിരമായി പാരസെറ്റമോൾ കൊടുത്താൽ മാത്രമേ രാഷ്ട്രീയക്കാർക്ക് ഗുണമുള്ളൂ എങ്കിൽ പ്രപഞ്ച അവസാനം വരെ പാരസെറ്റമോൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് ബേസിക്കലി രാഷ്ട്രീയക്കാർക്ക് ഇത് വെച്ച് അബ്യൂസ് നടത്താൻ പറ്റും എന്നൊരു പോയിൻ്റാണ് പറഞ്ഞത്. ആ ഒരു പോയിൻ്റ് വെച്ച് താങ്കൾ ഒരു പോളിസീനെ അളക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഒരു നിയമവും വേണ്ട. ഇന്ന് നമ്മൾ കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും രാഷ്ട്രീയക്കാർ അബ്യൂസ് ചെയ്യുന്ന നിയമങ്ങളാണ്. ഇന്ത്യൻ മാത്രമല്ല, നിങ്ങൾ ലോകത്തുള്ള ഏതൊരു സിവിൽ നിയമം എടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ അത് വെച്ച് അബ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇമിഗ്രേഷൻ രാഷ്ട്രീയക്കാർ അബ്യൂസ് ചെയ്യുന്നുണ്ട്, ഇമിഗ്രേഷൻ നിയമങ്ങൾ. ക്ലൈമറ്റ് ചേഞ്ച് നിയമങ്ങൾ വെച്ച് അബ്യൂസ് ചെയ്യുന്നുണ്ട്, സ്ത്രീപക്ഷ നിയമങ്ങൾ വെച്ച് അബ്യൂസ് ചെയ്യുന്നുണ്ട്, സംവരണം പോലുള്ള കാര്യങ്ങൾ വെച്ച് അബ്യൂസ് ചെയ്യുന്നുണ്ട്. സിവിൽ നിയമങ്ങൾ അബ്യൂസ് ചെയ്യപ്പെടും, അത് വേറെ പ്രശ്നമാണ്, അത് നിയമത്തിൻ്റെ പ്രശ്നം. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണിച്ച് നിയമം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നിയമം നമ്മൾ വെക്കുന്നത് ചില ഉദ്ദേശങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ ഈ സംവരണം പോലുള്ള നിയമങ്ങൾ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന മുമ്പോട്ട് വയ്ക്കുന്ന തുല്യത, സാമൂഹിക നീതി, ഇത്തരം വിഷയങ്ങളാണ്. ക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഉറപ്പാക്കുക, സാമൂഹിക നീതി നടപ്പിലാക്കുക. ഇത് നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും ചിലർ ഇതിനെ അബ്യൂസ് ചെയ്യുന്നുണ്ട്, പൊളിറ്റീഷ്യൻസ് ഇതിനെ അബ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിയമത്തെ മാറ്റാനാണെങ്കിൽ ഇവിടുത്തെ ഫുൾ ജനാധിപത്യത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ മാറ്റേണ്ടത്. അങ്ങനെ ജനാധിപത്യം തന്നെ അബ്യൂസ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പം നമ്മുടെ വർഗീയ പാർട്ടികൾ ആളുകളുടെ വോട്ട് നേടി രാഷ്ട്രീയക്കാരെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് വോട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ സ്പീച്ച് എന്നും പറഞ്ഞുകൊണ്ട് ഹേറ്റ് സ്പീച്ച് അവർ നടത്തുന്നുണ്ട്, അബ്യൂസ് ചെയ്യുന്നില്ല. ഫ്രീ സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ അബ്യൂസ് നടക്കുന്നില്ലേ? അപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് വേണ്ടെന്ന് പറയുക. അബ്യൂസ് ഇസ് നോട്ട് എ റീസൺ. നമ്മൾ അബ്യൂസിനെ ഒരു റീസണായിട്ട് കാണണമെങ്കിൽ അബ്യൂസ് കൂടുതലും ഗുണങ്ങൾ കുറവാണെന്ന് കാണിക്കണം. അബ്യൂസാണ് നിങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇതിൻ്റെ അബ്യൂസ് മാത്രമേ നടക്കുന്നുള്ളൂ. പ്രൊപ്പോർഷനേറ്റ്ലി അബ്യൂസസ് ആണ് നടക്കുന്നത്, പ്രൊപ്പോർഷനേറ്റ്ലി ഇതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല. അങ്ങനെ എന്തെങ്കിലും തെളിവ്, എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് റീതിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് അപ്പോൾ ഈ സംഭവം നടത്തണം, പക്ഷേ അത് വേറെ രീതിയിൽ നടത്താൻ പറ്റുമോ നമുക്ക് വേണമെങ്കിൽ അപ്പോൾ ചിന്തിക്കാൻ പറ്റും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഇദ്ദേഹം വെച്ചിട്ടുള്ള ഈ പോസ്റ്റ് എന്ത് ആർഗ്യുമെൻ്റ് അഡ്രസ്സ് ചെയ്തു? ഒരു ആർഗ്യുമെൻ്റ് അദ്ദേഹം തൊട്ടിട്ടില്ല. ഈ ആൻറ്റി റിസർവേഷനിസ്റ്റ് ആർഗ്യുമെൻ്റ് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഗ്യുമെൻറ്റ്സിനെ ടച്ച് ചെയ്യാതെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ പോസ്റ്റിൽ എന്തിനാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു പഠന പരമ്പരയായിട്ട് നമുക്ക് നോക്കാം. ആൻറ്റി റിസർവേഷനിസ്റ്റ് ആർഗ്യുമെൻറ്റിൻ്റെ ഒരു രീതി എങ്ങനെയാണത് കോർ പോയിൻറ്റ്സിനെ മിസ് ചെയ്യുന്നത്, എങ്ങനെയാണത് സംവരണം വേണമെന്ന് പറയുന്നവരുടെ പ്രിമിസിനെ തൊടാതെ പോകുന്നത്, എങ്ങനെയാണത് സ്ട്രോമാനിങ്ങും ഹിഡൻ അസംഷൻസും അവരുടെ പൊസിഷൻസ് ജസ്റ്റിഫൈ ചെയ്യാത്ത പ്രിമിസുകളൊക്കെ എടുത്ത് നടക്കുന്നത്, എങ്ങനെയാണിത് കൂടുതലും റെട്ടറിക്സും ആൻഡ് ലെസ് റാഷണലുമാണ് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയായിട്ട് നമുക്കിത് കണക്കാക്കാം. ഇനി അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പോസ്റ്റ് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. നന്ദി.